അബിൻ വർക്കി എല്ലാ വിജയാശംസകളും എല്ലാ അഭിനന്ദനങ്ങളും നേരുകയാണ്. 17,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ആറന്മുള പോലൊരു മണ്ഡലം പിടിക്കാൻ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് വലിയ ആത്മവിശ്വാസം നൽകുന്ന ഘടകം തന്നെയാണ്. ആരോടാണ് നന്ദി പറയാനുള്ളത്? എന്താണ് വിജയത്തിന്റെ നിമിഷത്തിൽ പങ്കുവെക്കാനുള്ളത്? താങ്ക് യു മാത്യു. 17,000 അല്ല 19,000-ഓളം വോട്ട്. കേരളത്തിൽ എങ്ങനെയാണ് ഒരു സുനാമി അടിക്കണേ എന്ന് പലർക്കും ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാകുമെന്നാണ് കരുതുന്നത്. എങ്ങനെയാണ് UDF അനുകൂലമായ ഒരു സുനാമി അടിച്ചത് എന്ന് കേരളത്തിലെ ജനങ്ങൾ ഇപ്പോൾ തെളിയിച്ചു തന്നിരിക്കുകയാണ്. കേരളത്തിൽ 10 കൊല്ലമായിട്ട് ജനവിരുദ്ധ സർക്കാർ ഭരിക്കുകയാണ്. 10 കൊല്ലമായിട്ട് ജനപ്രതിനിധികൾ വലിയ കൊമ്പത്തെ ആളുകളാണ് എന്നൊക്കെ പറഞ്ഞു വെച്ച പല ആളുകളും അല്ലെങ്കിൽ അജണ്ടക്കാരും ഒക്കെ മനസ്സിലാക്കേണ്ടത് ജനം അവരെ തള്ളിക്കളഞ്ഞതാണ്. അതുമാത്രമല്ല, കഴിഞ്ഞ 10 കൊല്ലമായി കേരളത്തിലെ UDF പ്രവർത്തകർ നടത്തിയ കഠിനാധ്വാനമുണ്ട്. ആ കഠിനാധ്വാനത്തിന് ജനങ്ങൾ നൽകിയ പ്രതിഫലമാണിത്. അപ്പോ ഞങ്ങൾക്ക് നൽകിയ വലിയൊരു ഉത്തരവാദിത്തമാണ്. കാരണം 10 കൊല്ലക്കാലം ഞങ്ങൾക്ക് ഭരണമില്ലാതിരുന്നിട്ടും 10 കൊല്ലക്കാലം ഞങ്ങളുടെ പ്രവർത്തകർ അഹോരാത്രം പണിയെടുത്ത് അവർ ചോരയും നീരുമൊഴുക്കി ഈ നാട്ടിലെ ജനവിരുദ്ധ സർക്കാരിനെതിരെ നടത്തിയ വലിയ പോരാട്ടം, ആ പോരാട്ടത്തിന് ഒടുവിലാണ് ഇങ്ങനെ ഒരു വിജയം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് നന്ദി പറയേണ്ടത് ജനങ്ങളോട് മാത്രമാണ്. കാരണം ഈ രാത്രി 7 മണിക്കും 8 മണിക്കും ഒക്കെ വന്ന് നാട്ടിൽ വന്ന് നാടുമായി യാതൊരു ബന്ധവുമില്ലാതെ ജനങ്ങളുമായി യാതൊരു ബന്ധവുമില്ലാതെ അജണ്ടകൾ സൃഷ്ടിച്ച ജനങ്ങളുടെ ജനഹിതം മാറ്റാൻ വേണ്ടി ശ്രമിച്ച ചില അജണ്ടക്കാർക്ക് കിട്ടിയ 8ന്റെ പണി കൂടിയാണ്. അതുകൊണ്ടാണ് ഈ സുനാമി ഏറ്റവും കൂടുതൽ ആ അജണ്ടക്കാർക്കുള്ള മറുപടിയാണ്, ആ ജനങ്ങൾ നൽകിയ മറുപടിയാണ്. അതുകൊണ്ട് ജനങ്ങളോട് മാത്രമാണ് നന്ദി പറയാനുള്ളത്. ആറന്മുളയിലെ ജയത്തിന്റെ ഒറ്റക്കാര്യം എന്താണ്? ആറന്മുളയിലെ ജയത്തിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ അഹങ്കാരവും ധിക്കാരവും കള്ളവും നാടകവും പൊളിഞ്ഞിരിക്കുകയാണ്. ഇവിടെ വികസന വിരുദ്ധത പൊളിഞ്ഞിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് പോലും ഇവിടെ ഒരു നാടകം കഴിഞ്ഞു, രണ്ടാമതൊരു സൈബർ ആക്രമണം എന്നൊരു നാടകം നടത്തി ചില മാധ്യമ പ്രവർത്തകരെ കൊണ്ട് അത് ഏറ്റെടുപ്പിക്കാൻ നാട് നീളെ ശ്രമിച്ചിട്ടും ആ മാധ്യമ പ്രവർത്തകരൊക്കെ 3G ആയി പോയ കാഴ്ച നമ്മൾ കാണുന്നതാണ്. അതുകൊണ്ട് ആറന്മുളയിലെ ജനം അതൊക്കെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. ഇതുപോലുള്ള നാടകക്കാരെയും ആ നാടകക്കാർക്ക് കഞ്ഞി വെച്ചു കൊടുക്കുന്ന മാധ്യമ പ്രവർത്തകർക്കും ഒക്കെ ജനങ്ങൾ ഇവിടെ മറുപടി പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആറന്മുളയിലെ വിധിയെഴുത്ത് എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ജനവിരുദ്ധ സർക്കാരിനെതിരെയും ആ ജനവിരുദ്ധ സർക്കാരിലെ മന്ത്രിക്കെതിരെയും ഈ നാട്ടിലുണ്ടായ വികസന മുരടിപ്പിനെതിരെയുമുള്ള ഒരു ജനഹിതമാണ്. ആ ജനഹിതത്തെ പൂർണ്ണമായ അർത്ഥത്തിൽ ഉത്തരവാദിത്തത്തോടു കൂടി ഏറ്റെടുക്കുന്നു. ശരി, എന്തായാലും വിജയിച്ചിരിക്കുന്ന നിമിഷത്തിൽ പറയാനുള്ളത് എല്ലാവരോടും പറഞ്ഞു പോവുകയാണ് അഡ്വക്കേറ്റ് അബിൻ വർക്കി. എന്തായാലും ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. വിജയിച്ചു നിൽക്കുമ്പോഴാണ് നമുക്ക് പറഞ്ഞു തീർക്കാനുള്ളതെല്ലാം പറഞ്ഞു തീർത്ത് പോകാൻ കഴിയുന്നത് എന്നുള്ള അങ്ങയുടെ സ്വാതന്ത്ര്യത്തെ ഞാൻ ബഹുമാനത്തോടു കൂടി കാണുന്നു. വിജയിച്ചു നിൽക്കുമ്പോൾ അല്ല, തീർച്ചയായിട്ടും അങ്ങനെ ഒരു സ്വാതന്ത്ര്യം ഞങ്ങൾ എടുക്കണമല്ലോ. കാരണം വിജയിച്ച് നിൽക്കാത്തിടത്തോളം കാലം രാത്രി 7 മണിക്കും 8 മണിക്കും വന്ന് ഇപ്പോൾ ഇതാ ഇവിടെ സുനാമി ഇല്ല, ഇവിടെ ജനഹിതം വേറെയാണ്, എത്ര അജണ്ടകൾ സൃഷ്ടിക്കാൻ ശ്രമിച്ചു. കേരളത്തിലെ ജനങ്ങൾ അതൊക്കെ പുച്ഛിച്ചു. അതൊക്കെ ശരിയാണ്. അതൊക്കെ പറയുകയും ചെയ്യാം. കാരണം എന്താണെന്നറിയാമോ, കേരളത്തിലെ മാധ്യമപ്രവർത്തകർ ഒന്നടങ്കം കഴിഞ്ഞ 10 വർഷം കേട്ടത് കുപ്പിയും കോഴിക്കാലും സർക്കാരിൽ നിന്ന് വാങ്ങുന്നു എന്നുള്ളതാണ്. ഇത് ആദ്യത്തെ നിമിഷത്തിൽ, വിജയത്തിന്റെ ആദ്യത്തെ നിമിഷത്തിൽ കോൺഗ്രസ് ഇത് പറയുന്നത് കേൾക്കാനും നല്ല രസമുണ്ട്. കേരളത്തിലെ മാധ്യമപ്രവർത്തകർ ഒന്നടങ്കം പറഞ്ഞത് ഭരണപക്ഷത്തിന്റെ ഭാഗത്ത് കുപ്പിയും കോഴിക്കാലും വാങ്ങുന്നതാണ്. വിജയത്തിന്റെ ആദ്യ നിമിഷത്തിൽ കേരളത്തിലെ മാധ്യമപ്രവർത്തകരോട് കോൺഗ്രസ് ഇത് പറയുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് പണിയെടുത്തത് മര്യാദയ്ക്കായിരുന്നു എന്നൊരു ആത്മവിശ്വാസം മാധ്യമപ്രവർത്തകർക്കുണ്ടാകും. ശരി, അഡ്വക്കേറ്റ് അബിൻ വർക്കി, വളരെയധികം നന്ദി. എല്ലാ വിധത്തിലുള്ള അഭിനന്ദനങ്ങളും അങ്ങേ അറിയിക്കുകയും ചെയ്തു. വളരെയധികം നന്ദി. ശരി, ആറന്മുളയിലെ UDFന്റെ വിജയിയായ സ്ഥാനാർത്ഥിയാണ് അഡ്വക്കേറ്റ് അബിൻ വർക്കി. അദ്ദേഹം ഈ നിമിഷത്തിൽ മാധ്യമപ്രവർത്തകരും മാധ്യമ അജണ്ടകളും എങ്ങനെയാണ് കോൺഗ്രസിനെ ഇക്കാലം അത്രയും പിന്നോട്ടടിക്കാൻ ശ്രമിച്ചത് എന്നുള്ള കാര്യത്തിൽ കൂടി വിമർശനം ഉന്നയിക്കുകയാണ്. നമ്മളതിനെ ബഹുമാനത്തോടു കൂടി കാണുകയും ചെയ്യുന്നു.